കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊല്ലത്ത് പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടെ നിന്ന് വരുമ്പം കുറേ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. ഏട്ടൻ മാവിൻ്റെ മേലെ കയറി മാങ്ങയൊക്കെ പറിച്ച് തന്നു. എന്നിട്ട് ഏട്ടനും ഏട്ടത്തമ്മയും കൂടെ അതൊരു ബോക്സിലൊക്കെ ആക്കി നല്ല വൃത്തിക്ക് പാക്ക് ചെയ്ത് തന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനത് കുറച്ച് പഴുപ്പിക്കാൻ മാറ്റി വെച്ചു, കുറച്ച് ഉപ്പിലിടാൻ മാറ്റി വെച്ചു, കുറച്ച് അച്ചാറിടാൻ മാറ്റി വെച്ചു, കുറച്ച് കറി വെക്കാനും മാറ്റി വെച്ചു. ഇത്രയും കാര്യങ്ങൾക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം മാങ്ങയും കൊണ്ടുള്ള കളിയാണേ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഉപ്പിലിടാൻ പോവുകയാണ്. മാങ്ങ നീളത്തിലാണ് ഞാൻ കീറിയിട്ടുള്ളത്. 2 ലെയറായിട്ടാണ് കേട്ടോ ഇടുന്നത്. ആദ്യത്തെ ലെയറിൽ ഉപ്പും പച്ചമുളകും ഞാൻ ഇടുന്നുണ്ട്, അതേപോലെ തന്നെ മേലെയും. അപ്പോൾ ഈ പച്ചമുളകിന് പകരം കാന്താരി ആണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാകും. അപ്പോൾ ഞാനിപ്പം പച്ചമുളകാട്ടോ ഉപയോഗിക്കുന്നത്, കാന്താരി ഇല്ല. ഇവിടെ ഉപ്പിലിടുക അച്ചാറിടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2 ദിവസം, ഏറിപ്പോയാൽ ഒരു 3 ദിവസം അത്രേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വിനാഗിരിയൊക്കെ ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിനാഗിരി ചേർത്തിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ബാക്കി ചേർത്ത് കൊടുക്കുന്നത്. അതേ നല്ലത്, കാരണം 3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരേ മത്സരം പോലെയാണ് ഈ ഉപ്പിലിട്ടതൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഒരു 3 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.